ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിറ്റ്ലൂം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫൂഫി ബൈ ട്രെവർ നോവയുടെ മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ മലയാള വിശദീകരണങ്ങളോടെ നമ്മൾ ചെയ്യുന്ന ഒരു പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 വീഡിയോ കാണാത്തവർ അത് കണ്ടോണം. അതിനുശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഈ പാർട്ട് 2 വീഡിയോയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ആക്ടിവിറ്റി സോൺ. അപ്പോൾ ഇതാണ് പ്രവർത്തന ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. യു വുഡ് ഹാവ് ഒബ്സർവ്ഡ് ഹൗ ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ട്രെവർ ആൻഡ് ദി ബോയ് റാപ്പിഡ്ലി സ്പൺ ഔട്ട് ഓഫ് കൺട്രോൾ. അതായത് ട്രെവറും ആ കുട്ടിയും തമ്മിലുള്ള സംഭാഷണം എങ്ങനെ വളരെ വേഗത്തിൽ നിയന്ത്രണം വിട്ടുപോയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏത് കുട്ടിയുടെ കാര്യം ഇവിടെ പറയുന്നത്? ഫൂഫിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ട്രെവർ പോയി വഴക്കുണ്ടാക്കുന്നില്ലേ ഒരു കുട്ടിയോട്, ആ കുട്ടിയുടെ കാര്യം. അവർ തമ്മിലുള്ള ഡിബേറ്റ് എങ്ങനെയായിരുന്നു, സംവാദം എങ്ങനെയായിരുന്നു? അവർ തമ്മിൽ കൺട്രോൾ വിട്ടുപോയിട്ടുള്ള ഒരു സംവാദമായിരുന്നു. ദേ വെർ ബോത്ത് ഇൻ നോ മൂഡ് ഫോർ എ റാഷണൽ ഡിബേറ്റ്. അവർ രണ്ടുപേരും എങ്ങനെയായിരുന്നു? ഒരു യുക്തിസഹമായ സംവാദത്തിൽ പങ്കെടുക്കാനുള്ള മനോഭാവമൊന്നും അവർക്കില്ലായിരുന്നു അല്ലേ? റാഷണൽ ഡിബേറ്റ്, യുക്തിസഹം, അതായത് ബോധപൂർവമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു മെന്റാലിറ്റി രണ്ട് കുട്ടികൾക്കും ഉണ്ടായിരുന്നില്ല. അപ്പം നോക്കാം ഒരു ഡിബേറ്റ് എങ്ങനെയായിരിക്കണം, ഒരു ഡിബേറ്റിൽ എന്താണ് എന്നാണ് പറയുന്നത് ഇനി അടുത്ത പാരഗ്രാഫിൽ. ഇൻ എ ഡിബേറ്റ് ബോത്ത് സൈഡ്സ് എക്സ്പ്രസ് ദെയർ വ്യൂസ് ക്ലിയർലി ആൻഡ് ലോജിക്കലി. എന്താണ് ഒരു സംവാദത്തിൽ ഇരുപക്ഷവും തങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായും യുക്തിപരമായിട്ടുമാണ് അവതരിപ്പിക്കുന്നത് അല്ലേ? However, they also listen attentively and try to respond to each other's arguments as thoughtfully and effectively as they can. അതോടൊപ്പം എങ്ങനെയാ അവർ പരസ്പരം ശ്രദ്ധാപൂർവം കേൾക്കുകയും മറ്റേയാളുടെ വാദങ്ങൾക്ക് ആലോചിച്ചും ഫലപ്രദമായും മറുപടി നൽകാൻ ശ്രമിക്കുകയുമാണ് ശരിക്കുമുള്ള ഡിബേറ്റിൽ നടക്കുന്നത്. Let us learn how to conduct a debate by the following 3 steps: observe, organize and operate. അപ്പോൾ എങ്ങനെയാണ്, ഏതൊക്കെ 3 കാര്യങ്ങളാണ് ഒരു ഡിബേറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യത്തേതെന്ന് പറഞ്ഞാലാണ് ഒബ്സർവ്. ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നിരീക്ഷിക്കണം. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സംഘടിപ്പിക്കണം. അവസാനം മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഓപ്പറേറ്റ് ചെയ്യണം. ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നടത്തിയെടുക്കണം. അപ്പം ഇങ്ങനെ 3 ഘട്ടങ്ങൾ പിന്തുടർന്നിട്ടാണ് ഒരു സംവാദം നടത്തേണ്ടത്. അപ്പോൾ അതെങ്ങനെ നടത്താമെന്ന് നമുക്ക് പഠിച്ചാലോ? അപ്പോൾ ആദ്യം ഡിബേറ്റ് എന്താണെന്നൊന്ന് പറയാം. എ ഡിബേറ്റ് ഈസ് എ ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഡിസ്കഷൻ വെയർ 2 sides present opposing views on a topic. അതായത് ഒരു വിഷയത്തെക്കുറിച്ച് 2 പക്ഷങ്ങൾ കാണും. അവർ പരസ്പരം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുന്ന ഔപചാരികവും ക്രമബദ്ധവുമായ ചർച്ചയാണ് സംവാദം എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കാണും, ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് 2 അഭിപ്രായമുള്ള ആളുകൾ കാണുമല്ലോ, അവർ രണ്ട് ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ പങ്കുവെക്കുന്നതിനെയാണ് ഡിബേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് മിയർലി അബൌട്ട് എക്സ്പ്രസിങ് വൺസ് ഒപ്പീനിയൻ. അതായത് സ്വന്തം അഭിപ്രായം പറയുക മാത്രമല്ല നമുക്ക് ഈ പറയുന്ന ഡിബേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് റിക്വയർസ് ക്ലിയർ തിങ്കിങ്, റെസ്പെക്ട്ഫുൾ ലിസണിങ്, ലോജിക്കൽ റീസണിങ് ആൻഡ് പൊളൈറ്റ് റെസ്പോൺസസ്. അതായത് വ്യക്തമായ ചിന്ത, അതുപോലെ തന്നെ നമ്മൾ ആദരവോടെ കേൾക്കണം, പിന്നെ യുക്തിസഹമായ ഒരു ന്യായീകരണം, പിന്നെ മര്യാദയ്ക്ക് വേണം നമ്മൾ പെരുമാറാൻ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ ശ്രദ്ധിക്കേണ്ടത്? ഒരു ഡിബേറ്റിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം ഒബ്സർവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നിരീക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞു. കളക്ട് ക്യൂസ് സച്ച് ആസ് ഇമേജസ് ഓർ വീഡിയോ ക്ലിപ്സ്, വേർഡ് ക്ലൗഡ്സ്, സാമ്പിൾ സ്ക്രിപ്റ്റ്സ് റിലേറ്റഡ് ടു ഡിബേറ്റ്സ്. അതായത് സംവാദവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വീഡിയോ ക്ലിപ്പുകൾ, വേർഡ് ക്ലൗഡുകൾ, മാതൃകാ സംഭാഷണങ്ങൾ എന്നിവ ശേഖരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പേ അറ്റൻഷൻ ടു ദി റോൾസ്, റൂൾസ്, ലാംഗ്വേജ് ആൻഡ് സ്ട്രക്ചർ ഓഫ് എ ഡിബേറ്റ്. അതായത് ഒരു സംവാദത്തിൻ്റെ വിവിധ വേഷങ്ങളുണ്ടല്ലോ, അതായത് നിങ്ങൾക്കുള്ള അതിനകത്തുള്ള നിയമങ്ങൾ, റൂളുകളുണ്ട്, പിന്നെ ലാംഗ്വേജ്, ഭാഷ, പിന്നെ ഘടന, അതാണ് സ്ട്രക്ചർ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഗോ ത്രൂ എ ഡിബേറ്റ് ലൈവ്, റെക്കോർഡഡ് ഓർ സ്ക്രിപ്റ്റഡ്. അതായത് ഒരു സംവാദം അത് ലൈവായിട്ട് നമുക്ക് കാണാം, റെക്കോർഡഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ തിരക്കഥാ രൂപത്തിൽ തയ്യാറാക്കിയതോ ഒക്കെ കാണുകയോ കേൾക്കുകയോ വായിക്കുകയോ നമുക്ക് ചെയ്യാം. അങ്ങനെ ഡിബേറ്റ് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാം. ആസ് യു റീഡ്, ലിസൺ ഓർ വാച്ച്, നോട്ടീസ്. അതായത് നിങ്ങൾ വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ കാണുമ്പോഴോ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഹൗ ദി ടോപ്പിക് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് ഒരു വിഷയം എങ്ങനെ അവതരിപ്പിക്കുന്നു. ഹൗ ആർഗ്യുമെന്റ്സ് ആർ സപ്പോർട്ടഡ്. വാദങ്ങളെ എങ്ങനെ തെളിവുകളും കാരണങ്ങളും ഉപയോഗിച്ച് ആളുകൾ പിന്തുണയ്ക്കുന്നു എന്ന് നിങ്ങൾ നോക്കണം. ഹൗ സ്പീക്കേഴ്സ് എഗ്രി ഓർ ഡിസ്എഗ്രി പൊളൈറ്റ്ലി.
അതായത് സംസാരിക്കുന്നവർ എങ്ങനെ മര്യാദയോടെ അവരുടെ യോജിപ്പും, അതായത് അവർ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിയോജിപ്പ് ഡിസഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്ന് ശ്രദ്ധിക്കണം. ഹൗ ദ ഡിബേറ്റ് ഈസ് കൺക്ലൂഡഡ്, അതായത് എങ്ങനെയാണ് ഒരു സംവാദം അവസാനിപ്പിക്കുന്നത് എന്നും നോക്കണം. ഇനി അടുത്ത് നോക്കിയ ഡിസ്കസ്, ചർച്ച ചെയ്യുന്ന ഭാഗത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഡിഫറെൻറ്റ് റോൾസ് ഇൻ എ ഡിബേറ്റ്, അതായത് ഒരു സംവാദത്തിലെ വ്യത്യസ്ത വേഷങ്ങളാണ് ഈ ഡിസ്കഷനിൽ നടക്കുന്നത്. അതായത് ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ്, അതായത് ആശയങ്ങൾ ക്രമമായിട്ട് അവതരിപ്പിക്കുന്ന രീതി ഉണ്ടാവണം. അതുപോലെ തന്നെ ഫ്രെയിമിംഗ് സ്ട്രോങ് ആർഗ്യുമെന്റ്സ്, അതായത് ശക്തമായ വാദങ്ങൾ രൂപപ്പെടുത്തുന്ന വിധം ആയിരിക്കണം ആ ഒരു ഡിസ്കഷൻ നടത്തേണ്ടത്. പിന്നെ ദ റിലവൻസ് ഓഫ് കെയർഫുൾ ലിസണിങ് ബിഫോർ റെസ്പോണ്ടിങ്, അതായത് എന്താ, മറുപടി പറയുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നതിൻ്റെ പ്രാധാന്യമുണ്ട് അല്ലേ. ഒരാൾ പറയുമ്പോഴത്തേക്കിനും ചാടിക്കേറി തോന്നി എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഡിബേറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കണം. പിന്നെ എക്സ്പ്രസ് ഇൻ ഡിസ്അഗ്രിമെന്റ് പൊളൈറ്റ്ലി, അതായത് നിങ്ങളുടെ വിയോജിപ്പ് എങ്ങനെ വേണം പ്രകടിപ്പിക്കാൻ, ആ മര്യാദയോടെ വേണം പ്രകടിപ്പിക്കാൻ, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. വേർഡ്സ് ഓർ ഫ്രേസസ് യൂസ് ടു എക്സ്പ്രസ് എഗ്രിമെന്റ് ഓർ ഡിസ്അഗ്രിമെന്റ്, അതായത് നിങ്ങളുടെ യോജിപ്പും വിയോജിപ്പും എഗ്രിമെന്റും ഡിസ്അഗ്രിമെന്റും അത് പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളും എങ്ങനെയാവണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത നോക്കിയാൽ ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, സംഘടിപ്പിക്കുക, ഒരു ഡിബേറ്റ് സംഘടിപ്പിക്കുകയാണ്. സെലക്ട് എ ടോപ്പിക് റെലവൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ്, അതായത് അനുയോജ്യവും പ്രസക്തവുമായ ഒരു വിഷയം വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഫ്രെയിം ദി മോഷൻ വിത്ത് സ്കോപ്പ് ഫോർ അഗ്രിമെന്റ് ആൻഡ് ഡിസ്അഗ്രിമെന്റ്, അതായത് യോജിപ്പിനും വിയോജിപ്പിനും അവസരമുള്ള രീതിയിൽ വേണം നമ്മളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ സംവാദ വിഷയം, അതിനെയാണ് മോഷൻ എന്ന് പറയുന്നത്. അപ്പം ചുമ്മാ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് നമുക്ക് സംവാദം നടത്താൻ പറ്റുമോ? ഇല്ല. ഡിസൈഡ് ദി ഫോർമാറ്റ്, ടീം ഓർ ഇൻഡിവിജ്വൽ ഡിബേറ്റ്, അതായത് സംവാദത്തിന്റെ രീതി നമ്മൾ തീരുമാനിക്കണം. അതായത് ടീം സംവാദമാണോ വ്യക്തിഗത സംവാദമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഫിക്സ് ദി ടൈം ലിമിറ്റ് ഫോർ ദി പ്രസന്റേഷൻ, അതായത് അവതരണത്തിനുള്ള സമയപരിധി എന്ത് ചെയ്യണം, നമ്മൾ നിശ്ചയിക്കണം അല്ലേ. പിന്നെ അസൈൻ റോൾസ്, അതായത് മോഡറേറ്റർ, ചെയർ, ടൈം കീപ്പർ, സ്പീക്കേഴ്സ്, ജഡ്ജ്, ചെയർ, ഓഡിയൻസ്, അതായത് ഓരോരുത്തർക്കും ചുമതലകൾ നൽകുക. അതായത് മോഡറേറ്റർ വേണം, അധ്യക്ഷൻ വേണം, പിന്നെ സമയം പാലിക്കാൻ ഒരാൾ വേണം, സംസാരിക്കുന്ന ആൾക്കാർ വേണം, വിധികർത്താവ് വേണം, പിന്നെ ആരാ, പ്രേക്ഷകർ വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അഡ്ജുഡിക്കേറ്റർ വേണം. ഓക്കെ, പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പ്. അണ്ടർസ്റ്റാൻഡ് ദി മോഷൻ ക്ലിയർലി, അതായത് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സംഭാഷണ വിഷയമാണ്, അതായത് സംഭാഷണമല്ല സംവാദ വിഷയമാണ്, നമ്മൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഫോം ഗ്രൂപ്പ്സ് ഫോർ ദി പ്രൊപ്പോസിഷൻ ആൻഡ് ഒപ്പോസിഷൻ, അതായത് പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അനുകൂല പക്ഷമാണ്, അതായത് പറയുന്ന ടോപ്പിക്കിനെ അനുകൂലിക്കുന്നവരാണ് അനുകൂല പക്ഷം. അതുപോലെ ഒപ്പോസ് ചെയ്യുന്നവരാണ് ഒപ്പോസിഷൻ ഗ്രൂപ്പ്, അതായത് പറയുന്ന ടോപ്പിക്കിനെ പ്രതികൂലിക്കുകയാണ്, പ്രതികൂല പക്ഷമാണ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകം ഗ്രൂപ്പുകളും രൂപീകരിക്കുക. പ്രിപ്പയർ ദി മെയിൻ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രധാന വാദങ്ങൾ തയ്യാറാക്കണം. ആഡ് എക്സാമ്പിൾസ്, എവിഡൻസ്, എക്സ്പീരിയൻസസ് ആൻഡ് റെഫറൻസസ്, അതായത് ഉദാഹരണങ്ങൾ, തെളിവുകൾ, അനുഭവങ്ങൾ, അവലംബങ്ങൾ എന്നിവ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ചേർക്കണം. പ്ലാൻ റിബ്യൂട്ടൽസ്, അതായത് എതിർവാദങ്ങൾക്ക് നൽകേണ്ട മറുപടികൾ, അതിനെയാണ് റിബ്യൂട്ടൽസ് എന്ന് പറയുന്നത്. അത് മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യണം, ആസൂത്രണം ചെയ്യണം. നോക്കിയേ, ദി ഡിബേറ്റ് ഗ്ലോസറി. ഒബ്സർവ് ദി വേർഡ് ക്ലൗഡ് എബവ്, അപ്പോൾ ഒരു വേർഡ് ക്ലൗഡ് കൊടുത്തിട്ടുണ്ട്, കുറേ വേർഡ്സ് ഉണ്ട്. It contains terms related to the roles, rules and the language of debate. Select any 7 words and prepare a glossary noting their meanings in the table. One has been done for you. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ വേർഡ്സിൻ്റെയും ഇതിൽ ഏതെങ്കിലും 7 വേർഡ്സിൻ്റെ മീനിങ് എഴുതാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ, തെളിവാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വാദത്തെ പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഉദാഹരണങ്ങൾ, കണക്കുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ, അതിനെയൊക്കെയാണ് എവിഡൻസ് എന്ന് പറയുന്നത്, തെളിവുകൾ. പിന്നെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആരംഭ പ്രസ്താവന, നമ്മളൊരു ഡിബേറ്റ് തുടങ്ങുമ്പോൾ ആരംഭിക്കുന്ന ഒരു പ്രസ്താവനയുണ്ടല്ലോ. പിന്നെ ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, വാദം അല്ലെങ്കിൽ അവകാശവാദം, അതായത് സംസാരിക്കുന്ന ആൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പ്രധാന അഭിപ്രായങ്ങളെയാണ് ഈ ക്ലെയിം എന്ന് പറയുന്നത്. പിന്നെ പേഴ്സുവേഷൻ എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുത്തലുകളാണ്, അതായത് മറ്റുള്ളവരെ സ്വന്തം അഭിപ്രായത്തോട് യോജിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് ഈ പറയുന്ന പേഴ്സുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ
ആക്ടിവിറ്റിയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിപ്പ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? പ്രിപ്പയർ ചെയ്യുന്ന ടൈമാണ്. ദ ടൈം അലൗഡ് ബിഫോർ ദി ഡിബേറ്റ് ടു ഓർഗനൈസ് ഐഡിയാസ് ആൻഡ് ആർഗ്യുമെന്റ്സ്. അതായത് സംവാദം ആരംഭിക്കുന്നതിന് മുമ്പ് ആശയങ്ങളും വാദങ്ങളും തയ്യാറാക്കാൻ അനുവദിക്കുന്ന സമയമാണ്. പിന്നെ ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെയിൻ പോയിന്റ് ഓർ ഒപ്പീനിയൻ ദാറ്റ് എ സ്പീക്കർ വാണ്ട്സ് ടു പ്രൂവ്. അതായത് സംസാരിക്കുന്ന ആൾ ശരിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന പ്രധാന വാദത്തിനെ അല്ലെങ്കിൽ അയാളുടെ അഭിപ്രായത്തിനെയാണ് ക്ലെയിം എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പൊസിഷൻ ഓർ ആറ്റിറ്റ്യൂഡ് ടേക്കൺ ബൈ എ സ്പീക്കർ ഓൺ എ പെർട്ടിക്കുലർ ഇഷ്യൂ. അതായത് ഒരു വിഷയത്തിൽ സംസാരിക്കുന്ന ആൾ സ്ഥിരീകരിക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ, ആ നിലപാടിനെയാണ് സ്റ്റാൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് മോഷൻ? ദി ടോപ്പിക് ഓർ സ്റ്റേറ്റ്മെന്റ് ബീങ് ഡിബേറ്റഡ്. അതായത് സംവാദത്തിനായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയമുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയുണ്ടല്ലോ, അതിനെയാണ് മോഷൻ എന്ന് പറയുന്നത്. പിന്നെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഓവറോൾ ആർഗ്യുമെന്റ് ഓർ സെറ്റ് ഓഫ് റീസൺസ് പ്രസന്റഡ് ഇൻ എ ഡിബേറ്റ്. അതായത് ഒരു പക്ഷത്തുള്ള ആളുകൾ അവതരിപ്പിക്കുന്ന എല്ലാ വാദങ്ങളുടെയും കാരണങ്ങളുടെയും സമഗ്ര അവതരണത്തിനെയാണ് ഈ പറയുന്ന കേസ് എന്ന് പറയുന്നത്. അതുപോലെ ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ സൈഡ് ദാറ്റ് ഡിസഗ്രീസ് വിത്ത് ദി മോഷൻ. അതായത് ഞാൻ പറഞ്ഞു, എതിർത്ത് പറയുന്ന ആൾക്കാർ, സംവാദ വിഷയത്തെ എതിർക്കുന്ന പക്ഷമാണ് ഈ ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സൈഡ് ദാറ്റ് സപ്പോർട്ട്സ് ദി മോഷൻ. അതായത് സംവാദ വിഷയത്തെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന പക്ഷം. പിന്നെ ഒരു മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പേഴ്സൺ ഹു മാനേജസ് ആൻഡ് കൺട്രോൾസ് ദി ഡിബേറ്റ്. അതായത് സംവാദം നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ക്രമമായി നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി കാണുമല്ലോ, ഇതൊക്കെ ഒന്ന് നടത്തുന്ന ആള്, മുന്നിൽ നിന്ന് രണ്ട് ടീമിനെയും കൺട്രോൾ ചെയ്യുകയും നടത്തുകയും ചെയ്യുന്നത് ഈ ഒരു മോഡറേറ്റർ ആയിരിക്കും. പിന്നെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ട്സ്, ഡേറ്റ ഓർ എക്സാമ്പിൾസ് യൂസ്ഡ് ടു സപ്പോർട്ട് ആൻ ആർഗ്യുമെന്റ്. അതായത് ഒരു വാദത്തെ പിന്തുണയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കാണും, കണക്കുകൾ കാണും. നമ്മൾ തെളിവുകളൊക്കെ വെച്ചിട്ടായിരിക്കും പറയും, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അതിൻ്റെ കണക്കുകൾ പ്രകാരം അതിങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ ഉദാഹരണം വെച്ച് നമ്മൾ പറയില്ലേ, അതിനെയാണ് എവിഡൻസ്, തെളിവുകളാണ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നോക്കാം, ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നടത്തുക, ഒരു ഡിബേറ്റ് നടത്തുക. Now that you have learned the structure, look at the steps involved in conducting a debate. Add more steps if necessary. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു സംവാദത്തിന്റെ ഘടന മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഒരു സംവാദം നടത്തുന്നതിനായുള്ള ഘട്ടങ്ങൾ നമുക്ക് ഇനി നോക്കാം. ആവശ്യമെങ്കിൽ കൂടുതൽ ഘട്ടങ്ങൾ നമുക്ക് ചേർക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സ്ലൈഡ് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? വെൽക്കം ദി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സദസ്സിനെ സ്വാഗതം ചെയ്യണമല്ലോ. So this sets the tone of the debate. The speaker greets the audience formally and respectfully. അതായത് ഇത് സംവാദത്തിന്റെ അന്തരീക്ഷം ഒരുക്കുന്ന ഒരു കാര്യമാണ്. സംസാരിക്കുന്ന ആള് സദസ്സിനെ ഔപചാരികമായും ആദരവോടെയും കൂടെ വേണം സ്വാഗതം ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. Dear friends, welcome to this debate എന്ന് പറഞ്ഞാൽ എന്താ? പ്രിയ സുഹൃത്തുക്കളെ, ഈ സംവാദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. A warm welcome to one and all. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം, അങ്ങനെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്ലഷർ ടു ഹാവ് യു ഓൾ ഹിയർ ടുഡേ. ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഇവിടെ സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റെപ്പ് 2 എന്താണ്? സ്റ്റേറ്റ് ദി ടോപ്പിക്, അതായത് മോഷൻ, അതായത് വിഷയം നമ്മൾ ഇനി അവതരിപ്പിക്കണമല്ലോ. ദ സ്പീക്കർ ക്ലിയർലി ഇൻട്രൊഡ്യൂസസ് ദി മോഷൻ. അതായത് സംസാരിക്കുന്ന ആള് സംവാദ വിഷയം വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നു. എങ്ങനെയാണ്? The motion for today's debate is എന്ന് പറഞ്ഞു തുടങ്ങാം. അതായത് ഇന്നത്തെ സംവാദ വിഷയം ഇങ്ങനെയാണ്. Today we are here too എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് നമ്മൾ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വേണം തുടങ്ങാം. The topic under discussion is, ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, അങ്ങനെ പറഞ്ഞു തുടങ്ങാം. അല്ലെങ്കിൽ the motion that we will be debating on today is, നമ്മൾ ഇന്ന് സംവാദിക്കാൻ പോകുന്ന പ്രമേയം അല്ലെങ്കിൽ വിഷയം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കിയാലോ? പ്രസന്റ് യുവർ ആർഗ്യുമെന്റ്. അതായത് എന്താണ്? നിങ്ങളുടെ വാദം ഇനി അവതരിപ്പിക്കാൻ പോവാണ്. പ്രസന്റ് യുവർ ഐഡിയാസ് ലോജിക്കലി ആൻഡ് സപ്പോർട്ട് ദം വിത്ത് റീസൺസ് ആൻഡ് എക്സാമ്പിൾസ്. അതായത് നിങ്ങളുടെ ആശയങ്ങൾ യുക്തിപരമായിട്ട്, യുക്തിപരം എന്ന് പറഞ്ഞാൽ ലോജിക്കലി അവതരിപ്പിക്കുകയും അവയെ കാരണങ്ങളും ഉദാഹരണങ്ങളും ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുകയും വേണം? പിന്തുണയ്ക്കുകയും വേണം. എങ്ങനെയാണ്? നമുക്ക് എങ്ങനെ തുടങ്ങാം? നമ്മളുടെ ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ തുടങ്ങാം? ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്ന കാര്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തുടങ്ങാം. ഇൻ മൈ ഒപ്പീനിയൻ, അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഫോർ എക്സാമ്പിൾ, അതായത് ഉദാഹരണത്തിന്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? അനദർ റീസൺ ഈസ് ദാറ്റ്, അതായത് മറ്റൊരു കാരണം എന്തെന്ന് വെച്ചാൽ
നമുക്ക് നമ്മുടെ ആർഗ്യുമെന്റ്സ് പറയാൻ വേണ്ടി ഈ സെന്റൻസ് ഒക്കെ യൂസ് ചെയ്യാം. ദിസ് ഷോസ് ദാറ്റ്, അതായത് ഇത് കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അതുപോലെ therefore I conclude that, അപ്പോൾ നമുക്ക് പറയാം ആയതിനാൽ ഞാൻ ഉപസംഹരിക്കാൻ പോവുകയാണ്, അതായത് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറയാം. ഇനി നോക്കിയേ സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ റിബ്യൂട്ടൽ ഓർ ഡിസ്അഗ്രി പൊളൈറ്റ്ലി, അതായത് എതിർവാദത്തിനോട് മര്യാദയോടെ മറുപടി നൽകുക എന്നുള്ളതാണ്. റെസ്പോണ്ട് ടു ദി ഓപ്പണിംഗ് സൈഡ് റെസ്പെക്ട്ഫുള്ളി ആൻഡ് എക്സ്പ്ലെയിൻ യുവർ ആർഗ്യുമെന്റ്സ് വിത്ത് കൺവിക്ഷൻ, അതായത് എതിർപക്ഷത്തോട് ആദരവോടെ പ്രതികരിക്കുകയും നിങ്ങളുടെ വാദങ്ങൾ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും എന്ത് ചെയ്യണം, വിശദീകരിക്കുകയും വേണം, അല്ലേ? ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പോയിന്റ് ബട്ട്, അപ്പം നമുക്ക് ഒരാൾ അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് അവരോട് എങ്ങനെ പറയാം, ഓക്കെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നു, പക്ഷേ റെസ്പെക്ട്ഫുള്ളി ആണ് പറയുന്നത്, അല്ലേ? അല്ലാതെ വഴക്കിടാൻ പറ്റുമോ, ചീത്ത വിളിക്കാൻ പറ്റുമോ? ഇല്ല, ദിസ് ഇസ് എ ഡിബേറ്റ്. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യണം, റെസ്പെക്ട്ഫുൾ ആയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കാണണം. ഐ റെസ്പെക്ട്ഫുള്ളി ഡിസ്അഗ്രി ബിക്കോസ്, അതായത് പറയണം ഞാൻ ആദരവോടെ വിയോജിക്കുന്നു കാരണം, ഹൗവർ ഐ വുഡ് ലൈക്ക് ടു പോയിന്റ് ഔട്ട് ദാറ്റ്, സോ എന്നിരുന്നാലും ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ പറയാം. ഓൺ ദി കോൺട്രറി, അല്ലെങ്കിൽ മറിച്ച്, നിങ്ങൾ പറഞ്ഞതുപോലെയല്ല മറിച്ച്, മൈ റീസൺ ഫോർ ഡിസ്അഗ്രീയിങ് ഈസ്, സോ ഞാൻ വിയോജിക്കുന്നതിൻ്റെ കാരണം ഇതാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി സ്റ്റെപ്പ് 5 നോക്കിക്കോ, എംഫസൈസ് കീ പോയിന്റ്സ്, അതായത് പ്രധാന കാര്യങ്ങൾ ഊന്നി പറയുക എന്നുള്ളതാണ് എംഫസൈസ് ചെയ്യുക എന്നുള്ളത്. ഹൈലൈറ്റ് യുവർ മെയിൻ ഐഡിയാസ്, അതായത് നിങ്ങളുടെ പ്രധാന ആശയങ്ങൾ വ്യക്തമായും അല്ലെങ്കിൽ ഊന്നി പറഞ്ഞും വേണം നിങ്ങൾ അവതരിപ്പിക്കാനായിട്ട്. എങ്ങനെയാണ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, അടുത്ത എങ്ങനെ പറയാം, ഐ വുഡ് ലൈക്ക് ടു സ്ട്രെസ് ദാറ്റ്, സോ ഞാൻ പ്രത്യേകം ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നോക്കിയേ വാട്ട് ഐ മീൻ ടു സേ ഈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ്. ലെറ്റ് മീ ഹൈലൈറ്റ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. ലാസ്റ്റ് നോക്കിയേ, ദ കീ ടേക്ക് അവേ ഈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സംവാദത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം. അപ്പോൾ 6ാമത്തെ സ്റ്റെപ്പ് നോക്കിയാലോ, കൺക്ലൂഡ് കോൺഫിഡൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ, ആത്മവിശ്വാസത്തോടെ വേണം നമ്മൾ സമാപിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാനായിട്ട്. സമ്മറൈസ് യുവർ ആർഗ്യുമെന്റ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വാദം സമ്മറൈസ് ചെയ്യണം, അതായത് സംക്ഷിപ്തമായിട്ട് വേണം അവതരിപ്പിക്കാനായിട്ട്. അതായത് ഇൻ കൺക്ലൂഷൻ, അതായത് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്, ഞാൻ ഉപസംഹരിക്കാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് വൈ ഐ അഫേം മൈ വ്യൂ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് പറയാം. ടു സം അപ്പ്, ചുരുക്കി പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം, therefore ഐ ബിലീവ്, ആയതിനാൽ ഞാൻ വിശ്വസിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, താങ്ക് യു പറയാം. ഇനി നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ലവ് ഡസ് നോട്ട് എൻടൈറ്റിൽ പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്നേഹം ഒരിക്കലും ഒരാളെ സ്വന്തമാക്കാനുള്ള അവകാശം നൽകുന്നില്ലെന്ന്. പൊസഷൻ, അതായത് നമ്മൾ സ്നേഹിക്കുന്ന ആളെ നമ്മുടേത് മാത്രമായിട്ട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. ഇതാണ് ഒരു ഡിബേറ്റിൻ്റെ ടോപ്പിക്ക്. അപ്പം നിങ്ങളോട് ചോദിച്ചേക്കുവാണ്, ഡു യു എഗ്രി, നിങ്ങൾ ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, യോജിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഡിസ്എഗ്രി, നിങ്ങൾ ഇതിനോട് വിയോജിക്കുന്നുണ്ടോ? കണ്ടക്ട് ഡിബേറ്റ് ഇൻ ക്ലാസ്. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഒരു ഡിബേറ്റ് ഇതിനെ ബേസ് ചെയ്ത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏത് ഗ്രൂപ്പാണോ ആ ഗ്രൂപ്പിൽ എന്തൊക്കെ പറയാം, നിങ്ങൾ എഗ്രി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്എഗ്രി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തൊക്കെ പറയാം എന്നുള്ള ഒരു പോയിന്റ് ബൈ പോയിന്റ് ആണ് ഇവിടെ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നോക്കി, ആദ്യത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് എഗ്രി ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. ഒന്നാമത്തെ നോക്കിയേ, ലവ് ഇസ് ബേസ്ഡ്, അതായത് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളെ സ്വന്തമാക്കാനുള്ള അവകാശം നൽകുന്നില്ല എന്നുള്ളതാണ്. അത് എഗ്രി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ പറയണം അതെ, സ്നേഹിക്കുന്ന ആളെ സ്വന്തമാക്കാനുള്ള അവകാശം അത് നൽകുന്നില്ല എന്നുള്ളതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം, അതിൽ നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, സ്നേഹിക്കുന്ന ആളെ നമ്മൾക്ക് തന്നെ സ്വന്തമാക്കാനുള്ള അവകാശമുണ്ട്, അവരെന്ത് ചെയ്താലും എന്താണ്, നമുക്ക് ഫേവറായിട്ട് നിൽക്കണം, വേറൊന്നും ചെയ്യാൻ പാടില്ല, അവരുടെ ഇഷ്ടത്തിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ ഒരു സംസാരം വരേണ്ടത്. അപ്പം നമുക്ക് നോക്കിയാലോ, എഗ്രി ചെയ്യുന്നവർ എന്തൊക്കെ പറയണം എന്ന്. ലവ് ഈസ് ബേസ്ഡ് ഓൺ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ, സ്നേഹം സ്വാതന്ത്ര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്, അല്ലേ? നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് നമ്മൾ പറയണം. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് എന്ത് പറയാം, പീപ്പിൾ ആർ നോട്ട് പ്രോപ്പർട്ടി, അതായത് മനുഷ്യരാരുടെ സ്വത്തല്ലാണോ, ഒരു ബന്ധത്തിലാണെങ്കിലും ഒരാൾക്ക് മറ്റൊരാളെ സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് പറയാം, എഗ്രി ചെയ്യുന്നവർക്ക്.
ട്രസ്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ കൺട്രോൾ. അപ്പം നമുക്ക് പറയാം നിയന്ത്രണത്തെക്കാൾ ശക്തമാണ് എന്ത്? വിശ്വാസം എന്നുള്ളത്. അതായത് ആരോഗ്യകരമായ ബന്ധങ്ങൾ പരസ്പര വിശ്വാസത്തിലാണ് നിലനിൽക്കുന്നത്, നിയന്ത്രണത്തിലോ നിരീക്ഷണത്തിലോ അല്ല എന്ന് നിങ്ങൾക്ക് പറയാം. നാലാമത്തെ പോയിന്റ് നിങ്ങൾക്ക് പറയാവുന്നതാണ്, പൊസസീവ്നെസ് ക്യാൻ ബിക്കം ഹാംഫുൾ. എന്താണ്? അമിതമായ സ്വന്തമാക്കൽ ആ ഒരു മനോഭാവം നമുക്ക് ദോഷകരമാകാം എന്ന് പറയാം. അതായത് അമിതമായ സ്വന്തമാക്കൽ പലപ്പോഴും എന്തൊക്കെ ഉണ്ടാക്കാം? അസൂയ, അതുപോലെ വൈകാരിക പീഡനം എന്നിവയ്ക്കൊക്കെ കാരണമാകത്തില്ലേ? ഇപ്പൊ പത്രങ്ങളിൽ കാണുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിലെടുത്ത് പറയാവുന്നതാണ്. അഞ്ചാമത്തെ പോയിന്റ് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പറയാനായിട്ട്, എവ്രി വൺ ഹാസ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്ന് പറയാം. അതായത് ഓരോ വ്യക്തിക്കും വ്യക്തി സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആറാമത്തെ പോയിന്റ്, ലവ് എൻകറേജസ് ഗ്രോത്ത്. അതായത് സ്നേഹം വളർച്ചയെ എന്ത് ചെയ്യുന്നു? പ്രോത്സാഹിപ്പിക്കുന്നു. ഒരാളെ സ്നേഹിക്കുക എന്നത് അവരെ നിയന്ത്രിക്കുന്നതല്ല, മറിച്ച് അവരെ മികച്ച വ്യക്തിത്വമുള്ള ആളാക്കി മാറ്റാൻ പിന്തുണ നൽകുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. പിന്നെ പറയാം മ്യൂച്വൽ റെസ്പെക്റ്റ് ഈസ് എസെൻഷ്യൽ എന്ന് നിങ്ങൾക്ക് പറയാം. അതായത് പരസ്പര ബഹുമാനം അനിവാര്യമാണ്. അതായത് റെസ്പെക്റ്റിംഗ് ബൗണ്ടറീസ് മേക്ക് റിലേഷൻഷിപ്സ് ഹെൽത്തിയർ ആൻഡ് ലോങ്ങർ ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പര അതിരുകൾ ബഹുമാനിക്കുന്നത് ബന്ധങ്ങളെ കൂടുതൽ ആരോഗ്യകരവും ദീർഘകാലം നിലനിൽക്കുന്നതുമാക്കുന്നു എന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാം, ഇഫ് യു ട്രൂലി ലവ് സമ്മൺ യു ഡോണ്ട് കേസ് ദം, യു സപ്പോർട്ട് ദം. കണ്ടോ അതിൻ്റെ ലാസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഒരാളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ കൂട്ടിലടയ്ക്കുകയല്ല ചെയ്യേണ്ടത്, അവരുടെ ജീവിതയാത്രയിൽ പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പറയാം. ഇനി നിങ്ങൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ അതിനെ ഡിസ്അഗ്രി ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് സൈഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കാവുന്നതാണ്. അതായത് വിയോജിക്കുന്നു എന്നുള്ള ആൾക്കാർ സ്നേഹം ഒരാളെ സ്വന്തമാക്കാനുള്ള അവകാശം നൽകുന്നില്ല എന്ന് വേണം നിങ്ങൾ പറയാനായിട്ട്. ലവ് ഡസ് നോട്ട് എൻടൈറ്റിൽ പൊസഷൻ. അപ്പം നോക്കാം, നിങ്ങൾക്ക് പറയാം വി ഡിസ്അഗ്രി വിത്ത് ദി മോഷൻ ബിക്കോസ് love naturally includes commitment, responsibility, and a sense of belonging. These may sometimes appear like possession, but they are not the same as ownership. എന്താണ്? ഈ പ്രമേയത്തോട് നിങ്ങൾ വിയോജിക്കുന്നു, അതായത് നിങ്ങൾ യോജിക്കുന്നില്ല എന്ന് പറയാം. കാരണം സ്നേഹത്തിൽ സ്വാഭാവികമായിട്ട് പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും പിന്നെ പരസ്പര അടുപ്പവും ഉണ്ടാകും. ചിലപ്പോൾ അത് സ്വന്തമാക്കൽ പോലെ തോന്നാമെങ്കിലും അതൊരിക്കലും ഉടമസ്ഥതയല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കമ്മിറ്റ്മെന്റ് ക്രിയേറ്റ്സ് എക്സ്ക്ലൂസിവിറ്റി. അതായത് പ്രതിബദ്ധത ഒരു പ്രത്യേക ബന്ധം സൃഷ്ടിക്കുന്നു. അതായത് വിവാഹത്തിലും ഗൗരവമുള്ള ബന്ധങ്ങളിലും പങ്കാളികൾ പരസ്പരം വിശ്വസ്തതയും ആത്മാർത്ഥതയും പ്രതീക്ഷിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. സെക്കൻഡ് പോയിന്റ്, പ്രൊട്ടക്റ്റീവ്നെസ് ഇസ് പാർട്ട് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷിക്കാനുള്ള മനോഭാവം സ്നേഹത്തിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾക്ക് പറയാം. തേർഡ് വൺ, എ സെൻസ് ഓഫ് ബിലോങ്ങിങ് സ്ട്രെങ്തൻസ് റിലേഷൻഷിപ്സ്. അതായത് പരസ്പര അടുപ്പവും സ്വന്തമാണെന്ന തോന്നലും ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു. എങ്ങനെയാ? എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്നിങ്ങനെ പറയുന്നത് ഉടമസ്ഥത അവകാശമല്ല, മറിച്ച് സ്നേഹവും അടുപ്പവും പ്രകടിപ്പിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് പറയാം. പിന്നെ ജലസി ക്യാൻ ബി നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താ? അസൂയ സ്വാഭാവികമാണ് എന്ന് നിങ്ങൾക്ക് പറയാം. അതായത് പരിധിക്കുള്ളിലുള്ള അസൂയ ആ വ്യക്തിയോടുള്ള വൈകാരിക അടുപ്പത്തിന്റെ സൂചനയാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അതൊരു ദോഷകരമായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ നിങ്ങൾക്ക് വാദിച്ച് ജയിക്കാവുന്നതാണ്. റിലേഷൻഷിപ്സ് ഇൻവോൾവ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ്, അഞ്ചാമത്തെ പോയിന്റ് ആണ്. അതായത് ബന്ധങ്ങൾക്ക് പരസ്പര ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് പറയാം. അതായത് പ്രതിബദ്ധതയുള്ള ബന്ധങ്ങളിൽ പങ്കാളിക്ക് പരസ്പരം ചില പ്രതീക്ഷകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും എന്ന് പറയാം. പിന്നെ ബൗണ്ടറീസ് പ്രൊട്ടക്റ്റ് ലൈഫ്. അതായത് ചില പരിധികളൊക്കെ നമ്മൾ വെക്കുമല്ലോ, ചില ബൗണ്ടറി വെക്കുന്നത് സ്നേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പറയാം. അതായത് പരസ്പരം സമ്മതിച്ച അതിരുകൾ പാലിക്കാൻ ആവശ്യപ്പെടുന്നത് നിയന്ത്രണമല്ലെന്നും മറിച്ച് പരസ്പര ധാരണയും ബഹുമാനവുമാണ് അതിൽ വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ലവ് വിത്തൗട്ട് കമ്മിറ്റ്മെന്റ് മേ ബിക്കം അൺസ്റ്റേബിൾ. അതായത് പ്രതിബദ്ധത, ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത സ്നേഹം എങ്ങനെയായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കത്തില്ലെന്ന് പറയാം, ഭയങ്കര അസ്വസ്ഥമായിരിക്കും എന്ന് പറയാം. അതായത് ഒരു പരിധി വരെ വൈകാരിക അടുപ്പവും പരസ്പര പ്രത്യേകതയും വിശ്വാസവും സ്ഥിരതയും വളർത്താൻ ഈ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പം നിങ്ങളുടെ കൺക്ലൂഷനായിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്, ലവ് മേ നോട്ട് മീൻ ഓണർഷിപ്പ് ബട്ട് ഇറ്റ് ഡസ് ഇൻവോൾവ് കമ്മിറ്റ്മെന്റ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. അതായത് സ്നേഹം ഉടമസ്ഥതാവകാശം എന്നർത്ഥമല്ല, എന്നാൽ
അതിൽ പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും പരസ്പര സ്വന്തമാണെന്ന തോന്നലും ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലാസ് റൂമിൽ ഡിബേറ്റ് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഏത് ടോപ്പിക്കാണോ സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് പറയാവുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ്. 2 ടീമിനും പറയാനുള്ള പോയിൻറ്റ്സ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്, നിങ്ങൾക്കിത് ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്രിറ്റിസിസം, ക്ലാസ് എടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ അത് നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. താങ്ക്